മറുരൂപമലയിലേക്ക് പോകുമ്പോൾ യേശു കർത്താവ് 3 പേരെ കൂടെ കൊണ്ടുപോയുള്ളൂ. യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. മറ്റ് 9 പേരെ കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോകാൻ എന്താണെന്നുള്ളത് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താഴെ നമുക്കറിയാം. ഭൂതഗ്രസ്തനായ ഒരുത്തനെ പുറത്താക്കാൻ കഴിയാതെ 9 പേരും വിഷമിച്ച് നിൽക്കുമ്പോൾ കർത്താവ് പറയാണ്, ഈ സാധനം അങ്ങനെ ചുമ്മാ പോകത്തില്ല, പ്രാർത്ഥനയാലേ പോകത്തുള്ളൂ. അപ്പോൾ മലയെ കൊണ്ടുപോകാൻ നേരം അതിന് 6 ദിവസം മുമ്പേ ദൈവം പറഞ്ഞു, മരണം ആസ്വദിക്കാത്ത ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണാം. 12 പേരോടും കൂടെ പറഞ്ഞു. പക്ഷെ 3 പേര് ആ ദൂതം ഏറ്റെടുത്ത് ജാഗരിച്ചു. ഒരു പ്രൊഫസർ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന അവർ ഫസ്റ്റ് ഡേയിൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ പോർഷൻ തുടങ്ങുക, എല്ലാവരും ഒരേ പൊസിഷനാണ് നിൽക്കുന്നത്. ക്ലാസ് മുന്നോട്ട് പോകുന്നവരും കുറേ പേര് പുറകോട്ട് പോകും, കുറേ പേര് മുന്നോട്ട് പോകും. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് കുറേ പേര് പുറകെ പോകുന്നത്. ആത്മീയത്തിൽ ഇത് തന്നെയാണ്. ജാഗരിക്കുക, പ്രോമിസുകളോട് ആമേൻ പറയുക, വാഗ്ദത്തം കേട്ട് കിടന്നുറങ്ങാനല്ല, അത് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ഓട്ടക്കാരനെ പോലെ ഓടുക, കുസ്തിക്കാരനെ പോലെ യുദ്ധം ചെയ്യുക.